അതെ, അത് ഒരു കാലമായിരുന്നു. ആ കാലത്ത് ഒരു ദിവസം, മഴ തോർന്ന് മരം പെയ്ത ഒരു ദിവസം, ആരുടെയൊക്കെയോ കൂടെ ചേട്ടന്മാരെ റാഗിംഗ് പേടിയിൽ നോക്കി, ചേച്ചിമാരെ കൗതുകത്തോടെ കണ്ട്, ആദ്യമായി കണ്ട നമ്മൾ അന്യോന്യം തലയാട്ടി. മലകൾ കണ്ട് മരങ്ങൾ കണ്ട് പതുക്കെ ഈ ക്യാമ്പസിലേക്ക്. സാനഡുകളിലും തോണികളിലും കല്ലേക്കുളങ്ങരകളിലും ലേഡീസ് ഹോസ്റ്റലിലും രാപ്പാർത്തുള്ള ഒരു തുടക്കം. ഈ ഇടനാഴികളിലൂടെ ആദ്യമൊക്കെ നാം മെല്ലെ മുഖം കുനിച്ചു നടന്നു. പിന്നെ പിന്നെ തലകളുയർന്നു, നെഞ്ചുകൾ വിരിഞ്ഞു, കാലടികൾ അമർത്തിച്ചവിട്ടി ഏകതയോടെ നടന്നു തുടങ്ങി. ഈ ഇടനാഴികളും വഴിത്താരകളും കളിമുറ്റങ്ങളും നമ്മൾ സ്വന്തമാക്കി. നമ്മളെല്ലാം നക്ഷത്രലോകത്തെ രാജകുമാരന്മാരും രാജകുമാരികളുമായി മാറി. മുമ്പിലുള്ള വിസ്മയങ്ങൾ കണ്ണു നിറയെ കാണുകയും മനസ്സ് നിറയെ അനുഭവിക്കുകയും ചെയ്ത നാളുകൾ. പലവിധ ചന്തങ്ങൾ, സുന്ദരവർണ്ണങ്ങൾ, എങ്ങും ആഘോഷത്തിൻ്റെ ആരവങ്ങൾ. മൂളിപ്പാട്ടും പാടി കൈലിയും മടക്കിക്കുത്തി സിനിമ കണ്ട് പാട്ടുപാടി തുള്ളിക്കേറി, ജാടകളില്ലാതെ പിശിക്ക് ചിരിക്കുന്നവർ പോലും ഉറക്കച്ചിരിച്ച ചിരിയുടെ പ്രകാശമുള്ള കുറേ വർഷങ്ങൾ. കാര്യം കാണാനില്ലാത്ത, ഉപാധികളില്ലാത്ത സൗഹൃദത്തിൻ്റെ പൂക്കാലം. തെണ്ടിത്തരങ്ങളും മണ്ടത്തരങ്ങളും തല്ലുകൊള്ളിത്തരങ്ങളും വരുന്നത് വരട്ടെ എന്ന ചങ്കൂറ്റത്തോടെ. അതെ, ആ കാലം നമ്മൾക്ക് ഒരു ഉത്സവകാലം കൂടിയായിരുന്നു. വിളക്കുകൾ തെളിഞ്ഞു, അരങ്ങുണർന്നു, കേളികൊട്ടുയർന്നു, താളങ്ങളും മേളങ്ങളും ഘോഷങ്ങളും ഉള്ളിൽ കിന്നാരം പറഞ്ഞ നാളുകൾ. എല്ലാ ചലനങ്ങളും ലാവണ്യമുള്ളതായിരുന്നു, എല്ലാ ശബ്ദങ്ങളും സംഗീതമയമായിരുന്നു. പിന്നെ നമ്മൾ യാത്രകൾ പോയി. കാണാത്ത നാടുകളിലെ കാണാക്കാഴ്ചകൾക്കായി കാണാപ്പുറങ്ങൾ തേടി. ഇരുന്നും നടന്നും കിടന്നും കളിച്ചും ചിരിച്ചും നടത്തിയ യാത്രകൾ. സൈക്കിളിൽ, ബോട്ടിൽ, ബസ്സിൽ. പഠനയാത്രകൾ, വിനോദയാത്രകൾ, ലക്ഷ്യങ്ങളൊന്നുമില്ലാത്ത അപ്പൂപ്പൻ താടി പോലുള്ള യാത്രകൾ. ഈ ഔട്ട് ഓഫ് സിലബസ് വിസ്മയങ്ങൾക്കും ആരവങ്ങൾക്കും അത്ഭുത കാഴ്ചകൾക്കും ഇടയിലെപ്പോഴൊക്കെയോ നമ്മുടെ പഠനങ്ങൾ. പഠിക്കുന്നവരും പഠിക്കാത്തവരും പഠിപ്പിക്കുന്നതിനപ്പുറം പഠിക്കുന്നവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിനുമപ്പുറം ജീവിതമെന്ന മഹാനാടകം ആടുന്നതിനുള്ള പാഠങ്ങളായിരുന്നു നമ്മളിവിടെ പഠിച്ചെടുത്ത വലിയ പാഠങ്ങൾ. ഏത് പൂവിലും നിറവും ഗുണവും മണവും നുകരുന്ന ശൈശവ സഹജമായ നിഷ്കളങ്കതയുടെ ധാര. അതായിരുന്നു നമ്മൾ പഠിച്ച ഏറ്റവും വലിയ മറ്റൊരു പാഠം. അതെ, ആ കാലം നമ്മൾക്ക് പ്രണയത്തിൻ്റെ കാലം കൂടിയായിരുന്നു. പ്രേമത്തിൻ്റെ വ്യാജ സീഡി ഇറങ്ങുന്നതിന് മുമ്പുള്ള നമ്മുടെ പ്രണയപാഠങ്ങൾ. കഴിഞ്ഞ പ്രേമങ്ങൾ, കൊഴിഞ്ഞ പ്രേമങ്ങൾ, കരിഞ്ഞ പ്രേമങ്ങൾ. വിഫലമായ അനേകം പ്രണയങ്ങളിൽ സഫലമായ സുരബലമായ രണ്ടെണ്ണം. ബിജുവും ബിനുവും, സുശീലും സ്വപ്നയും. വീണ്ടും നീണ്ട 18 വർഷങ്ങൾ. ആഗസ്റ്റ് 9, 2008. ഓർമ്മയിലെ കിനാത്തിളക്കങ്ങളുമായി, പറയാൻ ബാക്കി വെച്ചതൊക്കെ പറയുവാനായി, മനസ്സ് തുറന്നുള്ള പൊട്ടിച്ചിരികൾക്കായി, സൗഹൃദത്തിൻ്റെ ഇന്ദ്രജാലങ്ങൾക്കായി, ആരവത്തോടെ ആഹ്ലാദത്തോടെ ഒരിക്കൽ കൂടി നമ്മളൊന്നിച്ച ഓർമ്മകളുടെ ആൽബത്തിലേക്ക് ഒരു ദിവസം കൂടി.
ആകാശത്തിൻ്റെ ഉച്ചിയിൽ നിന്നും അശനിപാതം പോലെ വന്ന വാർത്തകൾ. നമ്മുടെ കൂടെ നടന്ന് ഉണ്ട് ഉറങ്ങിയ നമ്മെ പിരിഞ്ഞുപോയ 7 കൂട്ടുകാർ. ജീവിതവും മരണവുമായുള്ള ചൂതുകളിയിൽ ജീവിതം തോറ്റ 7 നിമിഷങ്ങൾ. എല്ലാവരിൽ നിന്നും നന്മ നുകർന്ന് എല്ലാവർക്കും നന്മ പകർന്ന് ഒരു പൂമ്പാറ്റ പോലെ നമ്മുടെ ഇടയിലുണ്ടായിരുന്ന നമ്മുടെ ബെറ്റി. ഇതിലെ ഇങ്ങനെ ഒരാൾ നടന്നുപോയി. ആരെയും ദ്രോഹിക്കാതെ, പ്രകോപിപ്പിക്കാതെ, അടയാളങ്ങളൊന്നും ബാക്കി വയ്ക്കാതെ നമ്മുടെ കൃഷ്ണകുമാർ. ഈ കരാട്ടക്കാരൻ്റെ കട്ടിയുള്ള പുറന്തോടിനുള്ളിൽ സൗമ്യതയായിരുന്നു, ശാന്തതയായിരുന്നു, മധുരമൂറുന്ന പഴയ ഹിന്ദിപ്പാട്ടുകളായിരുന്നു, സർദാർജി തമാശകളായിരുന്നു. പ്രദീപ് നായർ. നിന്നെപ്പോലെ ഒരാളെ ഇനി എവിടെ കാണാനാണ്? ചെറിയ മനുഷ്യരുടെ വലിയ ലോകത്ത് വലിയ ഹൃദയമുണ്ടായിരുന്നവൻ വിനോദ് കുമാർ, നമ്മുടെ മാത്തൻ. മരണത്തിന് കുറച്ചുകൂടി ദയ അവനോട് കാണിക്കാമായിരുന്നു. സൂര്യന് താഴെയുള്ള എന്തിനെപ്പറ്റിയും ആധികാരികമായി ആഞ്ഞടിക്കുന്ന നമ്മുടെ ഇടയിലെ ദാർശനികൻ അനിൽകുമാർ. എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഉണ്ണിച്ചേട്ടൻ. നമ്മുടെ സത്യൻ. പേരുപോലെ എപ്പോഴും എല്ലാത്തിനോടും സത്യസന്ധമായി പെരുമാറിയവൻ. പക്ഷേ ആ സത്യസന്ധത മരണം അവനോട് കാണിച്ചില്ല. മരണത്തിൻ്റെ ചില കള്ളക്കളികൾ. ഒരു കടങ്കഥ പോലെ സ്വപ്നങ്ങളിൽ പിശുക്ക് കാണിക്കാത്തവൻ, മുഖ്യധാര വിട്ട് പാതയോരം ചേർന്ന് നടന്നവൻ, വളരെ കുറച്ച് പേരോടടുത്ത് അടുത്തവരുടെ ഹൃദയത്തിൽ തൊട്ടവൻ, നമ്മുടെ അജയഭാനു. പ്രിയപ്പെട്ടവരെ, തിരശീല വീഴുന്നതിന് മുമ്പ്, വിളക്കണയുന്നതിന് മുമ്പ് ധൃതിയിൽ നിങ്ങളങ്ങ് പോയി. ഞങ്ങളും പിറകെയുണ്ട്. ഈ നൊമ്പരം വീണ്ടും കാണുന്നതുവരെ മാത്രം. നമസ്കാരം.